ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വാഹനത്തിൽ കയറും മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അടുത്ത വീഡിയോ ഇടുന്നത് എപ്പോഴാണെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പോൾ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വണ്ടിക്ക് എത്ര ടയറുണ്ട്? 4 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എയർ പ്രഷർ എന്നും ചെക്ക് ചെയ്യണം. 4 ടയറും നമ്മൾ നോക്കുക. അപ്പോൾ എയർ നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ചിലർക്കുണ്ട് ബാക്ക് വീല് പഞ്ചറായിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയുക പോലും ഇല്ല. അത് എടുത്തുകൊണ്ട് പോകാറുണ്ട്. റോഡിൽ കാണിക്കുമ്പോഴാണ് പഞ്ചറായി എന്ന് തന്നെ ഡ്രൈവർ അറിയുന്നത്. അപ്പോൾ ഡ്രൈവിങ് നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ നമുക്ക് അറിയാൻ സാധിക്കും. എന്നാലും എപ്പോഴും 4 ടയറും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ അതിനുശേഷം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ബോണറ്റ് പൊക്കുക. ഇതാണ് ബോണറ്റിൻ്റെ ലിവർ. ഇതിങ്ങനെ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഓപ്പൺ ആകും. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട്. ഇത് ഓപ്പൺ ആക്കിയിട്ട് ബോണറ്റ് ഇങ്ങനെ തുറക്കുക. തുറന്നതിന് ശേഷം ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. അത് വെച്ചത് സ്റ്റേ ചെയ്യിക്കുക. അതിനുശേഷം വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണം ഓയിൽ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇതാണ് റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ഇവിടെയും അതിൻ്റെ ലെവൽ അറിയാനായിട്ട് സാധിക്കും. ഒരു കാരണവശാലും വണ്ടി ഹീറ്റായി നിൽക്കുമ്പോൾ റേഡിയേറ്റർ ക്യാപ്പ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രഷറിൽ നിൽക്കുകയായിരിക്കും. വെള്ളം നമ്മളെ മുഖത്തേക്ക് തന്നെ ചീറ്റും. അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് ഡിപ്പ് സ്റ്റിക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ സ്റ്റിക്ക് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഓയിൽ ലെവലിൻ്റെ അത് ആദ്യം ഓയിൽ ചെറുതായിട്ട് ഒരു കോട്ടൺ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഇട്ടുകൊണ്ട് ഈ ഡിപ്പ് സ്റ്റിക്ക് മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ ഓയിലിൻ്റെ ലെവൽ നമുക്കറിയാനായിട്ട് സാധിക്കും. അതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടിയിൽ കയറുകയും ചെയ്യുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാവുള്ളൂ. അതേപോലെ തന്നെ ഫ്രണ്ട് ബെൽറ്റുകൾ, ഈ ബെൽറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് നിങ്ങൾ വണ്ടി നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.